അമേരിക്കൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ്, അതായത് റിപ്പബ്ലിക്കൻ. അത് ഏകദേശം ഒരു പല സർവേകളും പറയുന്നു. ചിലയിടത്തൊക്കെ കമല ഹാരിസ് മുന്നിൽ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ അമേരിക്കയിൽ ഏകദേശം ഒരു മാസം ഞാൻ ഉണ്ടായിരുന്നു. അവിടെ പല മെക്സിക്കൻസ്, ഇന്ത്യൻസ്, അതേപോലെ ഒരു നോർമലായിട്ട് മിഡിൽ ക്ലാസ് ലിവിങ്ങിലുള്ള ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ ഒരു കാര്യം പിടികിട്ടിയത്, അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഡൊണാൾഡ് ട്രംപ് റേസിസ്റ്റാണ്, പക്ഷെ മണി മാറ്റേഴ്സ്. അതാണ് അമേരിക്ക എപ്പോഴും ബിസിനസ്സിലാണ് താല്പര്യം. കാരണം അവിടുത്തെ ഇപ്പോഴത്തെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വന്ന സമയത്തുള്ള ഇൻഫ്ലേഷൻ, അതേപോലെ ഹോംലെസ്, സാധാരണക്കാർക്ക് വീട് വാങ്ങുവാൻ അമേരിക്കയിൽ കഴിയുന്നില്ല. ഇങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട്. അതായത് സാധനങ്ങളുടെ വില കൂടുന്നു. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു സർവേയും ആൾക്കാരോടും ചോദിച്ചപ്പോൾ മനസ്സിലാകുന്നത് ട്രംപ് ആയിരിക്കും അടുത്ത അമേരിക്കയുടെ പ്രസിഡന്റ് ആകാനുള്ള നല്ലൊരു സാധ്യത എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഷിക്കാഗോയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൺവെൻഷൻ നടക്കാൻ പോവുകയാണ്. അപ്പം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇസ്രായേൽ, ഹമാസ്, ഗാസ, മിഡിൽ ഈസ്റ്റ് ഏഷ്യ, അതായത് വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് ഗ്ലോബലായിട്ട് വലിയ വാർത്തയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പരസ്യമായിട്ടാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഇസ്രായേലിൻ്റെ ഒരു നടപടി അദ്ദേഹം എടുത്തത്. അതായത് ടെൽ അവീവിൽ നിന്നും അമേരിക്കയുടെ എംബസി ജെറുസലേമിലേക്ക് മാറ്റി. ലോകത്ത് പല രാജ്യങ്ങളും അതിനെതിരെ മുറുമുറുപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ട്രംപ് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും എടുത്തില്ല. കാരണം അദ്ദേഹം പറഞ്ഞത്, ഇലക്ഷനിൽ അദ്ദേഹം കൊടുത്ത മാനിഫെസ്റ്റോയിൽ കൊടുത്ത ഒരു വാഗ്ദാനമാണ് ജെറുസലേമിലേക്ക് അമേരിക്കൻ എംബസി മാറ്റും. അതേപോലെ ഇപ്രാവശ്യം അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. അദ്ദേഹം പറയുന്നത്, ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു ചെറിയ രാജ്യമാണ്, ടൈനി കൺട്രി എന്നാണ് പറഞ്ഞത്. ആ രാജ്യം വലുതാകേണ്ട ആവശ്യം ഇന്ന് ഈ ലോകത്തിനുണ്ട്. എന്നാൽ മാത്രമേ വെസ്റ്റ് ഏഷ്യയിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഇനി നമ്മളെല്ലാം എടുത്തു വായിച്ചു നോക്കണം. അതായത് ഇത് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര സംഭവമായി മാറി. അതായത് ഗ്രേറ്റ് ഇസ്രായേൽ എന്ന രീതിയിലോട്ടാണ് ഈ കാര്യം മുന്നോട്ട് പോയേക്കുന്നത്. ദ ഗ്രേറ്റസ്റ്റ് ഇസ്രായേൽ എന്നുള്ള രീതിയിലോട്ട് പോയി. അതായത് ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇറാനുമായിട്ടുള്ള വാറ് തുടങ്ങുവാണെങ്കിൽ, അതായത് ഇറാൻ ഇസ്രായേലിനെ ഹാം ചെയ്യുന്ന രീതിയിലോട്ട് പോവുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇറാനെ മാത്രമല്ല വാറിൽ തോൽപ്പിക്കാൻ പോകുന്നത്, ലെബനൻ പിടിച്ചെടുക്കും. അതേപോലെ തന്നെ ഈജിപ്തുമായിട്ട് കിടക്കുന്ന സൂയസ് കനാലിൻ്റെ ഭാഗം അതും പിടിച്ചെടുക്കും. ഈ ജോർദാനുമായിട്ട് കിടക്കുന്ന ആ ഭാഗവും പിടിച്ചെടുക്കും. അതായത് സൗദി അറേബ്യയും ഇസ്രായേൽ വരെ, ഈ സൗദി അറേബ്യയുടെ അടുത്ത് വരെ ഇസ്രായേൽ പിടിച്ചെടുക്കും. ഇതാണ് വാഗ്ദാനം. അപ്പോൾ ആലോചിച്ച് നോക്കുക, എങ്ങോട്ടാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബിബിളിക്കൽ കോൺടെക്സ്റ്റിലൊക്കെ പല ആൾക്കാരും ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട്, ഒരു സമയത്ത് ഇസ്രായേൽ ഇങ്ങനൊരു രാജ്യമായിട്ടാണ് മാറാൻ പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല ആർട്ടിക്കിൾസിനകത്ത് പറയുന്നത്, ഇപ്പം ലെബനൻ പിടിച്ചെടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ക്രിസ്ത്യൻ ആൾക്കാരെ ഇവിടെ നിലനിർത്തുകയും ബാക്കിയുള്ള മുസ്ലിങ്ങളായിട്ടുള്ള നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരെ മാറ്റുകയും ലോകത്ത് മറ്റു ഭാഗത്തുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി, അതേപോലെ ഇന്ത്യക്കാരായിട്ടുള്ള ഹിന്ദുക്കളെയും അങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതായത് വെസ്റ്റ് ഏഷ്യയിൽ ഒരു സൂപ്പർ ഡൂപ്പർ പവർ ആകാൻ പോവുകയാണ് ഇസ്രായേൽ എന്നാണ് ട്രംപിൻ്റെ പ്രസ്താവനയുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഗ്ലോബൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുകയാണ്. എങ്ങനെയായിരിക്കും ഒരു യുദ്ധമുണ്ടായേക്കാം. ഒന്നാമത് ഒരു കാര്യം വളരെ കൃത്യമാണ്, പുതിയ ഭരണാധികാരിയാണ് ഇറാനിൽ വന്നത്. അദ്ദേഹം ടർക്കി ആക്രമിക്കും എന്ന് പറയുന്നത് ഒരു പുല്ലും നടക്കുന്നില്ല. ഇത്രയും നാളും നടന്നില്ല. ടർക്കി ഉറുദുവാൻ പുറകിലോട്ട് മാറുകയാണ്. പക്ഷേ ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാവുകയാണെങ്കിൽ ടർക്കിയുടെ അടുത്ത് വരെയാണ് ഇത് പിടിച്ചെടുക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ
യമന്റെ ഭാഗവും പിടിച്ചെടുത്തിട്ടായിരിക്കും സൂയസ് കനാല് ഇസ്രായേൽ കയ്യിലാക്കാൻ, കാരണം അതിന് വലിയൊരു കൊമേഴ്ഷ്യൽ പ്രാധാന്യമുണ്ട്. അപ്പം ഈ ഒരു പ്രസ്താവനയ്ക്ക് ഗ്ലോബലായിട്ട് കിട്ടിയ ഒരു ട്രെൻഡിങ് അനുഭാവമുണ്ട്. അതായത് ഇസ്ലാമിക രാജ്യങ്ങൾ ഭയന്നിരിക്കുകയാണ് ഇതോടുകൂടി. കാരണം ലെബനൻ പിടിച്ചെടുക്കുന്നു, അതായത് ഇറാന്റെ അടുത്ത് വരെ ഇത് കയറി ചെല്ലുകയാണ്. അതായത് ഇറാഖിന്റെ ഭാഗങ്ങളും പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെയുള്ള ഈ ട്രംപിന്റെ ഈ പ്രസ്താവന ഇസ്രായേലിനും വലിയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത്രയും നാളും ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധവും പ്രശ്നവും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഇസ്രായേലിൽ പെട്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ട്രംപ് വരുവാണെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന സംഭവം നടക്കുവാണെങ്കിൽ ഇസ്രായേലിനെ പിന്നെ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന സൂപ്പർ ഡൂപ്പർ പവറായിട്ട് ഇസ്രായേൽ മാറാൻ പോവുക. ഇതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് തുകയെന്ന് പറയുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ലോകരാജ്യങ്ങളും പല എക്സ്പേർട്ടുകളും പറയുന്നത് ഇതിനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയുവാൻ സാധിക്കില്ല. ഇതിനകത്ത് അവർ പറയുന്നത് ഈ ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ പലയിടത്തും രാജഭരണവും തമ്മിത്തല്ലും പൊളിറ്റിക്കൽ അൺട്രസ്റ്റും വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ സിറിയ തന്നെ പിടിച്ചെടുക്കാൻ സാധ്യത. കാരണം സിറിയയുടെ പകുതിയോളം ഭാഗം, അതിൻ്റെ എത്രയോ പെർസെൻറ്റേജ് മാത്രമേ സിറിയൻ ഭരണാധികാരിയുടെ കയ്യിലുള്ളൂ, ബാക്കിയെല്ലാം മറ്റു പല ഗ്രൂപ്പുകളുടെ കയ്യിലാണ്. ലെബനന്റെയും കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഇതൊക്കെ നോക്കുവാണെങ്കിൽ ഇതിനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയുവാൻ പറ്റില്ല. ഇസ്രായേൽ അത് പിടിച്ചെടുക്കുകയും ഈ പറയുന്നിടത്ത് മറ്റു പല രാജ്യക്കാരെയും കൊണ്ടുവരികയും അതായത് മറ്റൊരു പല സ്റ്റേറ്റായിട്ട് ഇതിനെ മാറ്റുകയും, അതായത് അണ്ടർ ഡെമോക്രസിയിലൊരു ഇങ്ങനൊരു സാധ്യത ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യമാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. കാരണം അവൻ സൂപ്പർ പവറാണ്. ഇപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, എന്തുകൊണ്ടാണ് ഇറാൻ ഇപ്പം പഴയ പോലെ പെട്ടെന്ന് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാത്തത്? കാരണം അവർക്കും വ്യക്തമായിട്ട് അറിയാം ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ട്രംപിനെ പോലെ ഉള്ള ഒരാൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ ആദ്യം കീറുന്ന ചീട്ടെന്ന് പറയുന്നത് ഇറാൻ്റെയാണ്. കാരണം നേരത്തെ ട്രംപ് ആയിരുന്ന സമയത്താണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇറാനെതിരെ സാങ്ഷൻ കൊണ്ടുവന്നു. ആ സമയം വരെ ഇന്ത്യ ഇറാന്റെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നു. ട്രംപ് പറഞ്ഞ് നിർത്താൻ പറഞ്ഞപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അത് അനുസരിക്കേണ്ട ഒരു സ്ഥിതിയിലോട്ടാണ് പോയത്. അതാണ് ഈ ട്രംപ് എന്ന് പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു കരുത്തെന്ന് പറയുന്നത്. അവർ പറയുന്നത് ചെയ്യുകയും ചെയ്യും, അത് നടപ്പിലാക്കുക. അതാണ് വലതുപക്ഷ രാഷ്ട്രീയത്തോട് ഇന്ന് ലോകം മുഴുവൻ ഒരു ഗ്ലാമറസ് രീതിയിലോട്ടാണ് ആളുകൾ കാണുന്നത്. അപ്പം ഇങ്ങനൊരു ജിയോ പൊളിറ്റിക്കൽ സംഭവം ഗ്ലോബലായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടൊരു കാര്യം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്ന വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ പോലും ഈ പറയുന്ന ഇസ്രായേലിൻ്റെ എക്സ്പാൻഷനോട് അനുകൂലമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നും പല എക്സ്പേർട്ടുകൾ ഇതുമായിട്ട് ഉദ്ധരിച്ച് പലയിടത്തും ഒപ്പീനിയൻസ് വരെ എഴുതാൻ തുടങ്ങി. അപ്പം ആ ഒരു രീതിയിലോട്ടാണ് ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു സംഭവം ഇൻ ഫ്യൂച്ചറിൽ ഉണ്ടാവുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഈ ഇസ്ലാമിനകത്തുള്ള അടി, കാരണം ഈ രാജ്യങ്ങളിലെ രാജാവും ഭരണാധികാരികളുടെ അടി, ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാകുകയും മിഡിൽ ഈസ്റ്റ് ഏഷ്യ ശാന്തമാകാനുള്ള ഒരു കാരണം ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ.